നമസ്കാരം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ BSc നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ഒരു നേഴ്സിന് എക്സ്പീരിയൻസ് ഇല്ലാതെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നത് വേറെ ഏതൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യാൻ നോക്കുമ്പോഴും എക്സ്പീരിയൻസ് ഒരു വിലങ്ങതടിയാവും. മിനിമം 2 years അല്ലെങ്കിൽ 3 years എക്സ്പീരിയൻസ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു BSc നേഴ്സിംഗ് ഫ്രഷായിട്ട് പഠിച്ചിറങ്ങിയ ആൾക്ക് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ പേര് അഫ്ര എന്നാണ്. അഫ്രയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് OBA പ്രോഗ്രാം ചെയ്യാൻ പറയും. OBA പ്രോഗ്രാം ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്, അതാണ് OBA. അതിൻ്റെ അകത്ത് വരുന്ന 3 കമ്പോണൻസ് ആണ് ആക്ച്വലി. അതിൻ്റെ അകത്ത് ഒരു NCLEX എക്സാം ആദ്യം ക്ലിയർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു OSCE ഉണ്ട്. NCLEX എക്സാം കംപ്ലീറ്റ്ലി തിയറി എക്സാമാണ്. നമുക്ക് 6 എക്സാമാണ്. അതൊരു ഓൺലൈനായിട്ട് നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് NCLEX എക്സാം. വൺസ് NCLEX എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ OSCE എഴുതാനുള്ള ഇൻവിറ്റേഷൻ അഫ്ര തരും. അപ്പോൾ ആ OSCE നമ്മൾ ആക്ച്വലി ഓസ്ട്രേലിയയിൽ വന്നിട്ട് എഴുതണം. അതൊരു സിമുലേറ്റഡ് എക്സാമാണ്, പ്രാക്ടിക്കൽ മോഡൽ എക്സാമാണ്. അതിന് ഓസ്ട്രേലിയയിൽ അഡിലേഡിൽ മാത്രമേ ഇപ്പോൾ ടെസ്റ്റ് സെൻറ്റർ ഉള്ളൂ. നമ്മൾ അവിടെ വന്നിട്ട് ആ എക്സാം എഴുതണം. അപ്പം ഓൾവേസ് ബെറ്റർ ആ ഒരു എക്സാം, കാരണം ഇത് സിമുലേഷൻ ടൈപ്പ് എക്സാം ആയതുകൊണ്ട് ഓരോ പ്രൊസീജിയറും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ലാബിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ തന്നെ വന്നിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇതിന് ട്രെയിനിങ് തരുന്ന OSCE ട്രെയിനിങ് അല്ലെങ്കിൽ OBA പ്രോഗ്രാമിന് അസിസ്റ്റ് ചെയ്യുന്ന ടീമിൻ്റെ കൂടെ കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് എടുത്തിട്ട് ആ OSCE എക്സാം എഴുതുവാണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റും. രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോലി നോക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഒരു പ്രോബ്ലം വരുന്നത് വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. വിസ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയേഴ്സ് നോക്കുമ്പം അവർക്ക് ജോലി തരാൻ വേണ്ടിയിട്ട് ഏത് വിസ എന്നുള്ളൊരു ഇഷ്യൂ വരും. ആ വിസയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ മെയിനായിട്ടും ടെമ്പററി വിസ 482 അല്ല എങ്കിൽ 186 വിസ എംപ്ലോയർ നോമിനേറ്റഡ്. ഈ 2 വിസ നോക്കുമ്പോഴത്തേന് 482 മിനിമം 2 years എന്നുള്ളൊരു കടമ്പയുണ്ട്. 186 മിനിമം 3 years എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു കടമ്പയുണ്ട്. ഈ 2 വിസയ്ക്കും എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് ലിമിറ്റഡ് ആയി. പക്ഷേ സ്റ്റിൽ അവിടെ വീണ്ടും ചാൻസ് വരുന്നത് 189 PR അല്ലെങ്കിൽ 190 PR അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഒരു രജിസ്റ്റേർഡ് നേഴ്സിനുണ്ട് എന്നുള്ളതാണ്. ഒരു ഫ്രഷായിട്ട് പഠിച്ചിറങ്ങിയ BSc നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങിയ ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം 60 പോയിന്റ് ഉണ്ടാവും. അവരുടെ ആ ഏജും അതുപോലെ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷനും പിന്നെ IELTS കൂടെ ക്ലിയർ ചെയ്യണം കേട്ടോ. IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ PT, അതിന് IELTS 7 എന്നുള്ള രീതിയിലുള്ള ഒരു സ്കോർ വേണം. അത് മസ്റ്റാണ്, എന്നാലേ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. PR അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഈ 189 അല്ലെങ്കിൽ 190 പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. നമ്മുടെ ഏജ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇപ്പോൾ ഒരു ഫ്രഷായിട്ട് ഇറങ്ങിയ ഒരു BSc നേഴ്സിനെ സംബന്ധിച്ച് 60 points ഷുവറാണ്. ആളെ സംബന്ധിച്ച് ആ ഒരു ഏജ് ഗ്രൂപ്പിലും കൂടെ ആണല്ലോ. ഞാനൊരു 25 to 30 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ 20 to 25 ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഞാൻ അവർക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്ക് 60 points മിനിമം കിട്ടും. പിന്നെ നമുക്ക് NAT എന്ന് പറയുന്ന എക്സാം ഉണ്ട്, കമ്മ്യൂണിറ്റി ക്രെഡൻഷ്യൽ, അത് മലയാളത്തിലുള്ള എക്സാം, മലയാളത്തിൻ്റെ എക്സാം. അപ്പോൾ അത് എഴുതിയിട്ട് ഒരു 5 പോയിന്റ് കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 65 points ആവും. പിന്നെ നമ്മൾ സ്റ്റേറ്റിനാണ് ഇടുന്നെങ്കിൽ സ്റ്റേറ്റിൻ്റെ, അതായത് 190 അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒരു 5 points അങ്ങനെയും കിട്ടും. അപ്പം 70 points വരെ എത്തിക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ PR എന്ന് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുവാണ്. മിനിമം ഒരു 6 months ഒക്കെ ചിലപ്പോൾ, അത് എത്ര സമയം എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് അവർ നമുക്ക് ഇൻവിറ്റേഷൻ തരണം. ഗവൺമെൻറ് ഇൻവിറ്റേഷൻ കിട്ടി നമ്മൾ PR അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മിനിമം ഒരു 6 months ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിന് മുന്നേ PR കിട്ടാൻ വേണ്ടി. വൺസ് PR കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാനും അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും 189 PR ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ എവിടെ പോയി താമസിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്തുണ്ട്. ഓസ്ട്രേലിയക്ക് വരാനാണ് എയിമെങ്കിൽ പഠിച്ചിറങ്ങി ഉടനെ തന്നെ ഈ ഒരു പാത്വേ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ മെയിനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ നേഴ്സിംഗ് എന്ന് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തന്നെ ഈ ലാംഗ്വേജ് ടെസ്റ്റും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എക്സാംസ്, ഈ BSc നേഴ്സിംഗിൻ്റെ തിയറി എക്സാംസ് പാസ്സാവുന്ന മുറയ്ക്ക് തന്നെ IELTS ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് വരാനുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഒരു 186 PR കിട്ടുന്ന അത്രയും ടൈം നിങ്ങൾ കാണണം. ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് മാത്രം.
ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ സംബന്ധിക്കുന്ന ഇപ്പോൾ നേഴ്സസിന് മാത്രമല്ല മറ്റ് പ്രൊഫഷണലുള്ളവർക്കും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ സംബന്ധിക്കുന്ന ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്താലത്ത് കലാസമിതി തന്നെ ഒരു FB ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണക്റ്റിംഗ് യു ടു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പേജിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അത് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ മോഡറേറ്റർ തന്നെ ഇവിടുത്തെ ഒരു 10 വർഷം ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് പ്രതാപകൃഷ്ണൻ അതിൻ്റെ അകത്തെ ഒരു മോഡറേറ്ററാണ്. അദ്ദേഹം മറുപടി തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയോട് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.